അടുത്ത അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് നിംന. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ബഹ്റൈനിലാണ്. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അനിയത്തിയും മാത്രമേ ഉള്ളൂ. ഞങ്ങളൊരു സാധാരണ കുടുംബമാണ്. അപ്പോൾ ചെറുപ്പം തുടങ്ങിയുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു വീട് വയ്ക്കുക എന്നുള്ളത്. പക്ഷേ ഞാൻ ബഹ്റൈൻ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തിട്ട് പോലും ഒരു വീട് വയ്ക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് OET പഠിക്കണം എന്നൊരു ആഗ്രഹം തോന്നിയത്. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഒരു കസിൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പം എനിക്ക് അത്ര നന്നായിട്ടൊന്നും പാലിക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ കൂടെ 2 കുഞ്ഞുങ്ങൾ അപ്പോൾ ബഹ്റൈനിലുണ്ട്. ജോലി കഴിഞ്ഞിട്ട് അവരോട് കാര്യോട് ചെയ്തതിന് ശേഷം എനിക്ക് അതിൻ്റെ വിശുദ്ധിയോട് കൂടെ അത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം എൻ്റെ മനസ്സിൽ ഒരു ഡേറ്റ് വന്നു, 4. അപ്പം ഞാനിവിടുത്തെ സാക്ഷ്യങ്ങൾ മുടങ്ങാതെ കേൾക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന ആ ഡേറ്റിൽ എല്ലാം സാധിക്കുമെന്ന്. അപ്പം 4 എന്ന് പറഞ്ഞ ഡേറ്റ് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ ഉടനെ നെറ്റിൽ കയറി നോക്കി. OETക്ക് 4 എന്ന് പറഞ്ഞ ഡേറ്റുള്ള എക്സാം ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഡിസംബർ 4 എന്ന് പറഞ്ഞ ഒരു എക്സാം ഉണ്ട്. ഞാൻ ഉടനെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞങ്ങൾ നവംബർ 1-ാം തീയതിയാണ് ഏകദേശം ഞങ്ങൾ ഡേറ്റ് എടുത്തു. ഏകദേശം 30 ദിവസം കൂടി ഉള്ളൂ എനിക്ക് പഠിക്കാനായിട്ട്. ഞാൻ ഡിസംബർ 4-ന് മാതാവ് പറഞ്ഞ ഡേറ്റ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ എക്സാം എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. പക്ഷേ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഡ്യൂട്ടി ഭാരം, കുഞ്ഞുങ്ങൾ എല്ലാം കൂടി എനിക്ക് പറ്റാതെയായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, പൈസ പൊയ്ക്കോട്ടെ, നീ നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു ആശ്വാസമായിരുന്നു, ശരി കുഴപ്പമില്ല എന്ന്. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ 1 മാർക്കിനാണ് ഫെയിലായത്. അപ്പം ഞാൻ ഫെയിലായേക്കാൾ കൂടുതൽ എനിക്ക് തോന്നി മാതാവ് പറഞ്ഞ ഡേറ്റിലാണ് ഞാൻ പരീക്ഷ എഴുതിയത്. അപ്പം മാതാവിനെ അങ്ങനെ തോൽപ്പിക്കാൻ എനിക്ക് മനസ്സിലായിരുന്നു. ഞാനപ്പോൾ 2ാമത് പിന്നെയും പഠിക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങളെ ഡേ കെയറിൽ വിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. പഠിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടേ ഞാൻ ഇനി എക്സാം എഴുതത്തുള്ളൂ എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. ആ സമയത്ത് ഞങ്ങളുടെ മൂത്ത കുഞ്ഞിന് LKGയിൽ അവിടെ അഡ്മിഷൻ എടുത്തു. ഏകദേശം 40,000 രൂപ ഞങ്ങൾ ഡൊണേഷൻ കൊടുത്തിട്ടാണ് ഞങ്ങളവിടെ അഡ്മിഷൻ എടുത്തത്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിക്കുവാണ്, ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും, ഞാൻ ജയിക്കും. അപ്പോൾ എൻ്റെ കുഞ്ഞിന് ഞാൻ അവിടെ LKG അഡ്മിഷൻ എടുത്താൽ ഞാൻ ജയിച്ച് ഞാൻ 3 മാസം കഴിഞ്ഞ് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വരുമ്പോൾ കുഞ്ഞിനെ എങ്ങനെ പഠിപ്പിക്കും? അപ്പോൾ ഒരു അരുൾപ്പാടെന്ന പോലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാം. എൻ്റെ ഹസ്ബൻഡ് തിരിച്ചെന്നോടും പറഞ്ഞു ഓക്കെ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, 40,000 രൂപ അവർ തിരിച്ച് തരത്തില്ല, കുഴപ്പമില്ലേ എന്ന് ചോദിച്ചു. കുഴപ്പമില്ല എന്ന് അദ്ദേഹവും പറഞ്ഞു. എല്ലാവരും ഞങ്ങളോട് ചോദിച്ചു, ബഹ്റൈനിൽ സെൻറ്റർ ഉണ്ട്, ഇത്രയും രൂപ കൊടുത്ത് നിങ്ങൾ എന്തിനാണ് നാട്ടിൽ പോണേ? കാശ് പോയാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടേ ഞാൻ എക്സാം ചെയ്തോളൂ എന്ന് ഉറച്ച് വിശ്വസിച്ച് ഞാനിവിടെ വന്നു. കൊച്ചിന് അഡ്മിഷൻ നാട്ടിലെടുത്തു. 2 കുഞ്ഞുങ്ങളെ നാട്ടിലാക്കിയിട്ട് തിരിച്ചു പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി കാശ് രൂപം വെച്ച് ഞാൻ എക്സാം എഴുതി. ഞാൻ എക്സാം പാസ്സായി. ഡിസംബർ 4-ന് ഞാൻ എഴുതിയ എക്സാം കൂടി ചേർത്ത് വെക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ എൻ്റെ മാതാവ് പറഞ്ഞ ഡേറ്റ് എനിക്ക് ഒട്ടും പ്രയോജനപ്പെടാതെ വന്നില്ല. അതിനുശേഷം ഞാനിവിടുന്ന് തിരിച്ചു പോയി. ഞങ്ങളുടെ കൊച്ചിനെ ആദ്യം അഡ്മിഷൻ എടുത്ത സ്ഥലത്ത് ഞങ്ങൾ ഒന്നുകൂടി വിളിച്ച് ചോദിച്ചു, ഒരു 10,000 രൂപയെങ്കിലും തിരിച്ച് കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു ചോദിച്ചു. അവർ പറഞ്ഞു ഒന്നും തിരിച്ചു തരത്തില്ലെന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ കാശ് രൂപമായിട്ട് അവരുടെ സ്കൂളിലോട്ട് നേരിട്ട് ചെന്നു. ഞാൻ നേരിട്ട് ചെല്ലുമ്പോൾ ആ മാനേജർ ഒന്നും തിരിച്ച് പറയാതെ എനിക്ക് 30,000 രൂപയുടെ ചെക്കാണ് തിരിച്ചു തന്നത്. ഞാൻ 10 പ്രതീക്ഷിച്ചുള്ളൂ, പക്ഷെ 30 എനിക്ക് തിരിച്ചു തന്നു. പിന്നെ അവിടുന്ന് തുടങ്ങി എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ അനുഗ്രഹങ്ങളെല്ലാം കിട്ടുന്നത് എല്ലാ ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൂടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടി മാറ്റുമായിരുന്നു. എൻ്റെ കൂട്ടുകാരികളോട് പറയും, ഓഫ് മാറ്റി തരാമോ, ഞാൻ അവരുടെ നൈറ്റ് ഡ്യൂട്ടി എടുത്തോട്ടെ. അങ്ങനെ നൈറ്റ് ഡ്യൂട്ടിയും ഓഫും എല്ലാം മാറ്റിയിട്ടാണ് ഞാൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നത്. അപ്പം അവരൊന്നും തിരിച്ച് പറയില്ല. അവർ എനിക്ക് ധ്യാനം കൂടാനാന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരികൾ എനിക്ക് മാറ്റി തരുമായിരുന്നു. ഞാൻ ഉടമ്പടി ധ്യാനം കൂടി അച്ഛൻ്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും, എനിക്ക് ഒരു സന്തോഷ വാർത്ത ഉറപ്പായിട്ടുണ്ടാവും. ആദ്യത്തെ ആഴ്ചയിൽ എനിക്ക് ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടി. 2ാമത്തെ ചൊവ്വാഴ്ച എനിക്ക് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. അങ്ങനെ ഓരോരോ ചൊവ്വാഴ്ചകൾ എനിക്ക് ഓരോന്ന് കിട്ടാൻ തുടങ്ങി.
അത് കഴിഞ്ഞ് ഞാൻ CBT എക്സാം ഉണ്ട്, അതും ഞാൻ ചൊവ്വാഴ്ച കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് എടുത്തത്. എനിക്ക് ധ്യാനം കൂടിയിട്ട് എക്സാമിന് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എക്സാം എഴുതി, അതും പാസ്സായി. അങ്ങനെ എല്ലാ ചൊവ്വാഴ്ചയും കഴിഞ്ഞു. എൻ്റെ 3 മാസത്തെ ഉടമ്പടി പൂർത്തീകരിച്ചു. പക്ഷേ ഉടമ്പടിയുടെ ടൈം കഴിഞ്ഞിട്ടും എനിക്ക് ആ ജീവിതം വിട്ടു പോകാനായിട്ട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ അങ്ങ് മുന്നോട്ട് പോകാനായിരുന്നു ഇഷ്ടം. പക്ഷെ തിരിച്ച് ഇവിടെ വന്നിട്ടേ ഉടമ്പടി പുതുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ തന്നെ ഒരു പേപ്പറിൽ 6 കാര്യങ്ങൾ എഴുതിയിട്ട് അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത പോലെ തന്നെ ഞാൻ അങ്ങ് മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങി. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ഓരോ ചൊവ്വാഴ്ച എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബഹ്റൈനിലെ ഒരു പ്രശ്നം, ഞാൻ ഡിഫൻസിലാണ് വർക്ക് ചെയ്തത്. അവിടുന്ന് ജോലി റിസൈൻ ചെയ്തവർക്കറിയാം, ഏകദേശം ഒരു 2 മാസത്തോളം എടുക്കും അവിടുത്തെ പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റ് ആവാനായിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എനിക്ക് സെപ്റ്റംബർ 8-ാം തീയതി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ സെപ്റ്റംബർ 15 എന്ന് പറഞ്ഞ ഒരു ഡേറ്റ് ഇട്ടിട്ട് ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു. വെറും 7 ദിവസം. അത് ഒരിക്കലും അവിടെ നടക്കില്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. കാരണം ആ 7 ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് അന്ന് സന്തോഷം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ സെപ്റ്റംബർ 13-ാം തീയതി 5 ദിവസം കൊണ്ട് എൻ്റെ എല്ലാ പേപ്പറുകളും ഹോസ്പിറ്റലിൽ വരെ ഞെട്ടിച്ചുകൊണ്ട് എൻ്റെ എല്ലാ പേപ്പറുകളും 5 ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടി. പക്ഷെ ഞാൻ സംതൃപ്തിയല്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ ഡേറ്റ് സെപ്റ്റംബർ 15 ആയിരുന്നു. എനിക്കെല്ലാം കിട്ടിയത് സെപ്റ്റംബർ 13 അതെനിക്ക് വേണ്ട. കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞത് സെപ്റ്റംബർ 15 അപ്പം സെപ്റ്റംബർ 13-ാം തീയതി 3:30 ബഹ്റൈൻ പോലീസ് ക്ലിയറൻസ് എനിക്ക് കിട്ടുമായിരുന്നു. അതോടെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പേപ്പർ വർക്കും കംപ്ലീറ്റ് ആയി. അത് മേടിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് ടാക്സിയിൽ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്കിത് വേണോ? 15-ാം തീയതിയാണ് ഞാൻ നിന്നോട് പറഞ്ഞ ഡേറ്റ്, അതെനിക്ക് വേണ്ട. അതുപോലെ തന്നെ അവിടെ ചെന്നു. ഞാൻ നോക്കുമ്പോൾ ഞാൻ UK-ക്കാണ് പോണത്, പക്ഷേ അവർ എഴുതിയിരിക്കുന്നത് അമേരിക്ക എന്നാണ്. അപ്പം പിന്നെ എൻ്റെ പേരിൽ മിസ്റ്റേക്കുണ്ട്. ഞാൻ അവരെന്നോട് പറഞ്ഞു പിറ്റേ ദിവസം വാ, കറക്ഷൻ ചെയ്തു തരാമെന്ന്. പിറ്റേ ദിവസം സെപ്റ്റംബർ 14. അപ്പോഴും ഞാൻ സംതൃപ്തിയല്ല. ഞാൻ ഡ്രസ്സ് മാറി 3:30 പോകണം. ഞാൻ 14-ാം തീയതിയാണ്, എനിക്ക് ഇന്നും വേണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടുന്ന് പോണത്. ഡ്രസ്സ് മാറി വീടിൻ്റെ വാതിലടയ്ക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കോൾ വരുന്നു, ഇന്ന് വരണ്ട, നാളെ വന്നാൽ മതിയെന്ന്. പിന്നെ എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ സെപ്റ്റംബർ 15 ഞാൻ പറഞ്ഞ ഡേറ്റിൽ എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും കംപ്ലീറ്റായി. അതിനുശേഷം ഞാൻ വളരെ ഹാപ്പിയായി നിൽക്കുവാണ്, നാട്ടിലോട്ട് തിരിച്ചു വരാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പം എനിക്ക് ഏജൻസി പറഞ്ഞ ഡേറ്റ്, ഞാൻ എല്ലാ പേപ്പറുകളും ലേറ്റ് ആയതുകൊണ്ട് ഞാൻ നവംബർ ഡിസംബർ മാസത്തിലേ പോകത്തുള്ളൂ എന്ന് എല്ലാ ഏജൻസിക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം, അടുത്ത ധ്യാനം കൂടുന്നു. ധ്യാനം കൂടിക്കഴിഞ്ഞ് ധ്യാനം കൂടിക്കഴിഞ്ഞ ഉടനെ തന്നെ ഏജൻസിക്കാർ എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, നിമ്നയ്ക്ക് ഒക്ടോബറിൽ പോകാൻ താല്പര്യമുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല, നാട്ടിൽ പോയിട്ട് കൊച്ചങ്ങളുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കണം എന്ന്. പക്ഷേ ആ ഏജൻറ്റ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, എന്തിനാ ഇത്ര ലേറ്റ് ആക്കുന്നത്, എല്ലാ പേപ്പറും ഇപ്പോൾ കൊടുത്തല്ലോ. അപ്പോൾ ആ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, ശരിയെന്ന് ഇങ്ങനെ മനസ്സോടെ ഞാൻ സമ്മതിച്ചു. അപ്പം ഒരു പേപ്പറുണ്ട്, COS എന്ന് പറയുന്ന പേപ്പർ. ആ പേപ്പർ 45 ദിവസമായിട്ടേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ 30 ദിവസം, അങ്ങനെയാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ഉറപ്പായിട്ടും വിചാരിച്ചു, എനിക്കിപ്പോൾ കിട്ടത്തില്ലല്ലോ, അയാളോട് ഞാൻ ഓക്കെ പറഞ്ഞെങ്കിലും എനിക്ക് കിട്ടത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. അടുത്ത ആഴ്ചത്തെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞു. ഉടനെ എനിക്ക് COS വന്നു. 7 ദിവസം കൊണ്ട് എനിക്ക് COS വന്നു. ഞാൻ നാട്ടിൽ വന്നു. അടുത്ത ചൊവ്വാഴ്ച എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വന്നു. വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ, അതും ധ്യാനം കഴിഞ്ഞിട്ട്. അപ്പം വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് എന്നോട് ഏജൻറ്റ് പറഞ്ഞു, 10 മണിക്ക് മുമ്പ്, പിറ്റേ ദിവസം 10 മണിക്ക് മുമ്പ് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 10 മണിക്ക് എനിക്ക് ഉള്ളിലിരുന്ന് പറയാണ്, 10 മണിക്ക് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അതിനു മുമ്പേ എനിക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഇല്ല, ഞാൻ ഏതെങ്കിലും ഒരു കഫേ പോയിട്ട് വേണം വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം എല്ലാ കഫേകളും തുറക്കുന്നത് 10 മണിക്കാണ്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, എനിക്ക് അതിനു മുമ്പ് എവിടെയെങ്കിലും പോയി എനിക്കൊന്ന് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചനാണെങ്കിൽ ഒരു വീട്ടിൽ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു, അവിടെ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 8 മണിക്ക് അവരുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഏകദേശം 2 മണിക്കൂറോളം ഉണ്ടായിരുന്നു. ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു. 9:45 ഞാൻ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വന്നു. 10 മണിക്ക് എൻ്റെ കൂടെ വന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചന് സ്ട്രോക്ക് വന്നു, ആൾ വീണു. 10 മണിക്ക് ഞാൻ അപ്പച്ചനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് ഓടുമായിരുന്നു.
അപ്പം ആ 10 മണിക്കെന്ന് പറഞ്ഞ സമയം എന്നെ നിന്ന് മാറ്റിച്ചത് മാതാവാണെന്ന് ഞാൻ ഉറക്കെ വിശ്വസിക്കുന്നു. പക്ഷെ ആ സ്ട്രോക്ക് വന്ന് ഓർമ്മ പോയ ആളും എന്നോട് ചോദിക്കുവാണ്, നീ സബ്മിറ്റ് ചെയ്തുവോ, നീ കൊടുത്തോ എന്ന് ആളെ എന്നോട് ചോദിക്കുമായിരുന്നു. ഞാൻ എല്ലാം കൊടുത്തു എന്ന് ഞാൻ ആളോട് ഇങ്ങനെ പറയുന്നുണ്ട്. ആളുടെ ബോധം മറഞ്ഞു. അതിനുശേഷം എൻ്റെ വിസ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ വിസയും ടിക്കറ്റും വരാതെ എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് മനസ്സിനൊരു വിഷമമായിരുന്നു. പക്ഷേ നീണ്ടു പോവാണെന്നുള്ളത് കൊണ്ട് ഞാൻ ഉറപ്പിച്ചു, ഞാൻ വെള്ളിയാഴ്ച ഇവിടെ വരും, സാക്ഷ്യം പറയും. പക്ഷേ വിസയ്ക്കോട് ഞാൻ അപ്പോഴും ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഏകദേശം 12 ദിവസം എടുക്കുമെന്ന്. അപ്പോൾ എനിക്ക് വിഷമമായി. 12 ദിവസം എന്ന് പറയുമ്പോൾ എനിക്ക് വെള്ളിയാഴ്ച വരുമ്പോൾ സാക്ഷ്യം പറയാൻ പറ്റില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ധ്യാനം കേൾക്കുകയാണ്. എനിക്ക് എറണാകുളത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഹെഡ്സെറ്റ് വെച്ച് ഞാൻ ട്രെയിനിലൊക്കെ ഇരുന്നിട്ട് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക. ധ്യാനം കഴിയുമ്പോൾ അടുത്ത ഹാപ്പി ന്യൂസ് എനിക്ക് ഉറപ്പാണെന്നുള്ളത് എനിക്കറിയായിരുന്നു. ധ്യാനം കഴിയേണ്ടി വന്നില്ല. ഇടയ്ക്ക് വെച്ച് തന്നെ എനിക്ക് കോള് വന്നു, വിസ റെഡിയാണ്, വന്ന് വിസ കളക്ട് ചെയ്തോളാൻ. അവർക്ക് 12 ദിവസം എടുത്തെങ്കിൽ എനിക്ക് അപ്പോഴും 7 പറഞ്ഞ കണക്ക് തന്നെയായിരുന്നു. 7 പറഞ്ഞ ദിവസം കൊണ്ട് എനിക്ക് വിസ കിട്ടി. ഇന്നലെ എനിക്ക് ടിക്കറ്റ് കിട്ടി. ഇന്ന് എനിക്ക് മാതാവിനോടായിരുന്നു, ഇന്ന് എനിക്കിവിടെ വരുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയണം എന്നായിരുന്നു. എനിക്ക് ടിക്കറ്റും കിട്ടി, വിസയും കിട്ടി. ഇന്ന് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയണു. ഈ വരുന്ന 26-ാം തീയതി ഞാൻ പോവുകയാണ്. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഞാൻ ഏജൻറ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒക്ടോബറിൽ പോകണ്ടെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധം കൊണ്ടാണ് ഞാൻ ഒക്ടോബറിൽ പിന്നെ ഡേറ്റ് ഓക്കെ ആക്കിയത്. ഇപ്പോൾ നവംബർ ഡിസംബർ ബാച്ച് ഹോസ്പിറ്റലുകാർ കൊണ്ടുപോകുന്നില്ല. അവർ പറഞ്ഞു അവർക്ക് അക്കോമഡേഷൻ പ്രോബ്ലം കാരണം അവർ കൊണ്ടുപോകുന്നില്ലെന്ന്. ഇനി ജനുവരിയിലേ ഉള്ളൂ. അപ്പോൾ ഈ ഒക്ടോബറിൽ തന്നെ എനിക്കൊരു മെഡിക്കൽ പോലും വേണ്ട. ഞാൻ ഗൾഫ് കൺട്രീസും വന്നുകൊണ്ട് എനിക്കൊരു മെഡിക്കൽ പോകേണ്ട വേണം, എനിക്ക് ഒന്നുമില്ല. ഞാൻ വീട്ടിലിരുന്നു കൊണ്ടാണ് എൻ്റെ എല്ലാ പേപ്പറുകളും എൻ്റെ വീട്ടിലോട്ട് വന്ന് ഞാൻ ഒക്ടോബർ 26-ാം തീയതി ഞാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ മൂത്ത കുട്ടിക്ക് ഭയങ്കര കഫക്കെട്ടായിരുന്നു. മൂക്കിൽ നിന്ന് വന്ന കണ്ടാൽ ശരിക്കും പഴുത്താണ് വരുന്നത്. അപ്പം ഞാൻ രാജഗിരി ഹോസ്പിറ്റലിൽ ഞാൻ വന്നതിന് ശേഷം കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് TB ആണെന്ന് ഏകദേശം കൺഫേം ആണെന്നാണ്. അപ്പം ഞാൻ TB ടെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം എൻ്റെ കൂടെ രാത്രി അവളും മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ നെബുലൈസേഷൻ കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത്, അല്ലെങ്കിൽ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യണം. ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു നെബുലൈസേഷൻ ഞാൻ കൊടുത്തോളാം, വീട്ടിൽ മെഷീൻ ഉണ്ടെന്ന്. ഞാൻ ഒരു നെബുലൈസേഷനും കൊടുത്തില്ല. അതിനു മുമ്പ് ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിൻ്റെ മൂക്കിൽ നിന്ന് വരുന്നത് നിന്നു. ഇന്ന് അവൾക്ക് കഫക്കെട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഇൻഹേലർ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വേറൊരു കാര്യം, എനിക്ക് ബ്രസ്റ്റിന് ഒരു പെയിനും ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഒരു പേടി ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് സ്കാൻ ചെയ്ത് ഡോക്ടറോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. ഞാൻ അപ്പോൾ വേദന ഉള്ള അന്ന് തുടങ്ങി ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് മുട്ടിനോട് വേദന ഉണ്ടായിരുന്നു. എനിക്ക് നടക്കാൻ പറ്റില്ല. ശരിക്കും പ്രായമുള്ള ആൾക്കാർ നടക്കുന്ന പോലെയായിരുന്നു എനിക്ക് മുട്ടിന് വേദന. അതും ഞാൻ മാതാവിൻ്റെ തൈലം വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് മുട്ടുവേദനയുമില്ല. ഞാൻ പൂർണ്ണ ആരോഗ്യമായിരിക്കുന്നു. ഇനി എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം വഴി വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതെല്ലാം കൂടി ഒരുമിച്ച് ഞാൻ വന്ന് സാക്ഷ്യം പറയുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും ഭർത്തമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒരു ഉടമ്പടിയിലൂടെ എപ്രകാരമാണ് കടന്നു പോകേണ്ടത്, അല്ലെങ്കിൽ ഉടമ്പടി എത്രമാത്രം നമ്മളോട് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മരീൻ ഉടമ്പടി ധ്യാനം നമ്മൾ കൂടണമെന്ന്. അപ്പോൾ മരീൻ ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ എങ്ങനെയാണ് പരിശുദ്ധ ഈശോയും ഇടപെടുന്നത് എന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. കാരണം അമ്മയ്ക്കും ഈശോയ്ക്കും ഓരോ വ്യക്തികളും വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എടുത്ത് കടന്നു പോകുമ്പോൾ അയാൾ പരിപൂർണമായിട്ട് ദൈവത്തിനും തന്നെ ഇതിനെ സമർപ്പിക്കുകയാണ്. ഈ മകൾ ചെയ്തത് ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, പ്രത്യേകമായിട്ട് ഈ കൃപ അനുഭവിച്ചറിയാനായിട്ട്. മരീൻ ഉടമ്പടി ധ്യാനം കൂടാനായിട്ട് ഡ്യൂട്ടി കറക്റ്റ് ചെയ്യുക, അതിൻ്റെ ആ ഡ്യൂട്ടി കറക്റ്റ് ചെയ്യുന്നത് പോലും മരീൻ ഉടമ്പടി ധ്യാനം കൂടണം എന്നൊരാഗ്രഹത്തോടു കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഉടമ്പടി ബന്ധത്തിൽ നിലനിന്നുകൊണ്ട് ആ ഉടമ്പടിക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഓൺലൈൻ ഉടമ്പടി എടുത്തു, അതിനുശേഷം ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു, അത്രമാത്രം ഈശോയ്ക്കും വേണ്ടി അമ്മയ്ക്ക് വേണ്ടി നിലകൊണ്ട ആ ഒരു വ്യക്തിയെ പിന്നീട് ഒരിക്കലും അമ്മ ഈശോയും താഴെ ഇടത്തില്ല. അതുകൊണ്ടാണ് പുറപ്പാട് 33:14 പറഞ്ഞത്, ഞാൻ നിന്നോട് കൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമെന്ന്. അതുപോലെ ജോഷയുടെ പുസ്തകം 1-9 തിരുവചനം പറയുന്നത്, നീ എവിടെ പോയാലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ എവിടെ ആയിരുന്നാലും തമ്പുരാൻ കൂടെയുണ്ടെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിച്ചു. അതുപോലെ ഓരോ വിഷയങ്ങളിലും വളരെ സമയച്ചുരുക്കമുണ്ട്. പ്രത്യേകമായിട്ട് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് മാതാവ് ഈശോ ഇടപെട്ടിട്ടുണ്ട്.
അതുപോലെ തന്നെ സാധാരണ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഒരു വിഷയം കിട്ടാനായിട്ട് ഇന്ന സമയത്ത് ഇന്ന് കിട്ടണേ, അല്ലെങ്കിൽ നേരത്തെ കിട്ടിയാൽ നന്ദി പറഞ്ഞു പോകുന്നവരാണ്. പക്ഷേ ഈ മകള് പ്രത്യേകമായിട്ട് ഒരു ഡേറ്റ് ഇട്ടിട്ട് ആ ഡേറ്റിൽ തന്നെ വിഷയം നടന്നാൽ മതിയെന്ന് അമ്മയോട് പറയുന്ന ഒരു പ്രകൃതി, ആ ഒരു അതൊക്കെ അമ്മയ്ക്ക് ഈശോയ്ക്കും വളരെയേറെ സ്വീകാര്യമുള്ളതാണ്. അപ്പോൾ അത്രമാത്രം ഹൃദയം തുറന്ന് പരിശുദ്ധമേ ഈശോയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വചനങ്ങൾ പാലിച്ച് അവയിലെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തപ്പോൾ പരിശുദ്ധമേ ഈശോയും ഈ മകളെ ഓരോ കാര്യങ്ങളിലും എടുത്തുയർത്തുകയായിരുന്നു. ഈ ഒരു വലിയ കൃപ അനുഭവിച്ചറിയാൻ സാധിച്ചതിനെ ഓർത്ത് പരിശുദ്ധമ്മയ്ക്ക് ഈശോയ്ക്കും ഈ കുടുംബത്തോടൊപ്പം നന്ദി അർപ്പിച്ചുകൊണ്ട് ത്രിത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോ ആരാധന, ഈശോയെ മഹത്വം. ആദ്യം തന്നെ കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുകയാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ കറുകച്ചാലിൽ നിന്നാണ് വരുന്നത്. ഒരു അക്രൈസ്തവയാണ്. എൻ്റെ പേര് ശ്രീലത എന്നാണ്. ഞാൻ ഉടമ്പടി ഉണ്ടാകാൻ ഇടയായ കാര്യമെന്ന് പറഞ്ഞാൽ, എനിക്ക് 2021 കൊറോണ വന്നു ഒത്തിരി കൂടിപ്പോയി. അപ്പോൾ ഡോക്ടർ ജീവിത പങ്കാളിയോട് പറഞ്ഞു 10% ഉള്ളൂ, അതിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലേ ഉള്ളൂ ചേട്ടൻ പ്രാർത്ഥിക്കണം, അതേ നമുക്ക് ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയായിരുന്നു 10% പോലും ഇല്ലായിരുന്നു എന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ ഞാൻ ദൈവത്തെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. ഇത് കൊറോണ വിട്ടുമാറുന്നില്ല. ദിവസങ്ങളും മാസങ്ങളുമായിട്ടും ആഴ്ചകളായിട്ടും കൊറോണ വിട്ടുമാറുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മയും ഞാനുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ അമ്മയെ 4 പ്രാവശ്യം 8 നോയമ്പ് എടുത്തിട്ടുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. പക്ഷേ അമ്മ എന്നെ രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ മകളായി ജീവിച്ചോളാം, അമ്മയെ വിളിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർന്നു. ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ ക്രാസിയൽ ഒരു സ്ത്രീ രൂപം വന്നിരുന്നു. ഞാൻ അങ്ങനെ കൊറോണ നെഗറ്റീവായി ഞാൻ രക്ഷപ്പെട്ടു. അതിനുശേഷം വീട്ടിൽ വന്നു. ഞാൻ ഈ കാര്യങ്ങളെല്ലാം വീട്ടിൽ പറഞ്ഞു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും കൂടുതൽ അമ്മയോട് അടുക്കാനോ ഒന്നും ഇടയായില്ല. അങ്ങനെ കഴിയുന്ന ഒരു ദിവസം എനിക്ക് കൃപാസനത്തിലെ പത്രം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ പോകാമെങ്കിൽ ആഴ്ചയിൽ ഒരു പനി വീതം എനിക്ക് വരുമായിരുന്നു. അത് വരുന്നത് നമ്മളെ തകർക്കുന്ന രീതിയിലുള്ള പനിയായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞു, എനിക്ക് കൃപാസനത്തിൽ വന്നാൽ ഞാൻ രക്ഷപ്പെടും, എനിക്ക് കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം പുറത്തൊക്കെ അന്വേഷിച്ചവൻ പറഞ്ഞു അവിടെ അങ്ങനെയല്ല, ഒത്തിരി നെഗറ്റീവുകൾ കിട്ടിയത്, അത് കാരണം വരാൻ പറ്റിയില്ല. അങ്ങനെ മുന്നോട്ട് പോയി. ഒരു ദിവസം എനിക്ക് സുഖമില്ലാതെ തന്നെ വൈകിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം വെളുപ്പിനെ ഞാൻ ഒരു സ്വപ്നം കണ്ടുണർന്നു. ഒരു പള്ളിയാണ്. ആ പള്ളിയുടെ ഫ്രണ്ടിലായി ഒരു തിരുരൂപം, ഒത്തിരി കടകളും ഒത്തിരി ആൾക്കാരും ഉണ്ട്. ഞാനും ആ ആൾക്കൂട്ടത്തിൽ നിൽപ്പുണ്ട്. ഫ്രണ്ടിൽ കൂടി വലിയ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. ആ ഒരു വാഹനം വന്ന് നിന്നു. മേളിൽ നിന്നൊരു നീല അങ്കി ധരിച്ച മാതാവ് താഴേക്ക് ഇറങ്ങി വന്നു. ഈ വണ്ടിയിൽ നിന്ന് എന്തോ ഒന്നെടുത്ത് വാതിക്കലുള്ള തിരുരൂപത്തിൻ്റെ ഹൃദയഭാഗത്ത് വെച്ചു. അമ്മ കണ്ണു തുറന്നു, ഞാനും കണ്ണു തുറന്നു. ഞാൻ സമയം നോക്കിയപ്പോൾ 5:30 അപ്പോൾ അത് ഞാൻ അന്ന് വരെ കണ്ടിട്ടില്ല കൃപാസനത്തിലെ ടോക്ക്. അതിനകത്ത് അച്ഛൻ്റെ ടോക്ക് വന്നു. ഞാനത് നേരെ മക്കൾക്കും ചേട്ടനും ഒക്കെ അയച്ചു കൊടുത്തു ഫോണിലേക്ക്. അപ്പോൾ എന്നോട് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, അമ്മ എന്നാൽ എത്രയും പെട്ടെന്ന് അച്ഛനെയും കൂട്ടിക്കൊണ്ട് കൃപാസനത്തിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് തലകറക്കവും അസുഖങ്ങളും ഒക്കെ ഉള്ളത് കാരണം വന്നില്ല. ഒരാഴ്ച കഴിഞ്ഞു. മരുന്ന് കഴിച്ചിട്ടെങ്ങും പിടിക്കാതെ ആയപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കൃപാസനത്തിൽ ചെന്നെങ്കിൽ മാത്രമേ എൻ്റെ അസുഖം മാറുകയുള്ളൂ, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി കോട്ടയം വഴിയാണ് വന്നത്. ഇങ്ങോട്ട് വരും തോറും എൻ്റെ അസുഖങ്ങൾ മാറി ഞാൻ നോർമലായി. ഇവിടെ വന്ന് കയറിയപ്പോൾ എനിക്ക് പറയത്തക്ക അസുഖമൊന്നും ഇല്ലാതെയായി. ഞങ്ങളിവിടെ വന്നു. ഞാൻ ഉടമ്പടി എടുത്തു. ചേട്ടനോട് ചോദിച്ചു, പ്രാർത്ഥന കഴിഞ്ഞ് പോയാൽ പോരെ, ഉടമ്പടി എടുക്കണോ? ഞാൻ പറഞ്ഞു അല്ല, ഉടമ്പടി എടുത്ത് അമ്മയോടൊത്ത് ജീവിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്തു. ഇവിടുന്ന് വീട്ടിൽ പോയി എല്ലാം 3 മാസം കൂടിയിരിക്കുമ്പോഴും ഞാനിവിടെ വന്ന 18-ാം തീയതി തന്നെ ഉടമ്പടി പുതുക്കാറുണ്ട്. ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് ജീവിക്കുന്നു. പിന്നെ അമ്മ എന്നെ ഒരു സ്വപ്നത്തിൽ കാണിച്ചു. ചേട്ടൻ എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയുടെ കയ്യിൽ ഒത്തിരി ജപമാല ഇരിക്കുന്നു. ആ ജപമാല ഇട്ടിട്ട് ഒരെണ്ണം കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ ഇത് ഇട്ടോളാൻ പറഞ്ഞു. അന്ന് മുതൽ ഞാനിവിടെ വന്നൊരു ജപമാല മേടിച്ച് അമ്മയുടെ കാശ് രൂപവും കോർത്ത് എൻ്റെ കഴുത്തിൽ ഇട്ടിട്ടുണ്ട്. അന്ന് മുതൽ എൻ്റെ കഴുത്തിൽ നിന്ന് ഈ ജപമാല മാറിയിട്ടില്ല. അങ്ങനെ ഞാൻ അമ്മയോടും തിരുക്കുമാരനോടും കൂടുതൽ സ്നേഹത്തോടെ അങ്ങനെ ജീവിക്കുന്ന ഒരു ദിവസം എൻ്റെ തലയ്ക്കൊരു വേദന വന്നു. മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. നമുക്കൊരിടത്ത് പോകാനോ, എനിക്കൊരു കടയുണ്ട്, കടയിൽ നിൽക്കാനോ ഒന്നും പറ്റില്ല. വെള്ളം കണ്ടമാനമാണ് മൂക്കിൽ നിന്ന് വരുന്നത്. ഇടത്ത് മൂക്കിൽ നിന്ന് എപ്പോഴും വരും, വലത്ത് മൂക്കിൽ നിന്നും ചിലപ്പോഴൊക്കെയും വരും. എന്നെ ഒരു 14 ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും ഈ അസുഖത്തിന് മാറ്റമൊന്നുമില്ല.
അങ്ങനെ മാറ്റമില്ലാതിരിക്കുമ്പം കോട്ടയം ഭാരത് ആശുപത്രിയിൽ ഒരാഴ്ച അഡ്മിറ്റ് ആകുകയും ചെയ്തു. എന്നിട്ടും ഒരു മാറ്റവും ഇല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, നിന്നെ അന്ന് ഇനിയും നമുക്ക് ഇവിടെ പോയാൽ മതി, അമൃതയിൽ പോയാൽ മതി, ഒന്ന് ചെക്കപ്പൊക്കെ ചെയ്ത് പോരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ഡോക്ടർമാരാരും എന്നെ ചികിത്സിക്കേണ്ട, എൻ്റെ കൃപാസനത്തിലെ അമ്മയും ഈശോയിലും വലിയൊരു ഡോക്ടർ ഇന്ന് ഈ ലോകത്തിലില്ല, ഞാൻ ഇനി അവിടെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു. ഇവിടെ അവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് അച്ഛനെ കാണണം. അപ്പോൾ എന്നോട് ചോദിച്ചു, അസുഖം എന്താണെന്ന് ചോദിച്ചു. എനിക്ക് അസുഖം പറയാനായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ അറിയത്തില്ല, എൻ്റെ മൂക്കിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, ഇതൊന്നും ഒരു അച്ഛനെ കാണാനുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഞാനിവിടെ വന്ന് പൊട്ടിക്കരഞ്ഞു, അമ്മേ ഇനി അമ്മയല്ലാതെ എനിക്ക് ആരുമില്ല എൻ്റെ അസുഖം മാറ്റിത്തരാൻ, അമ്മ എൻ്റെ അസുഖം മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതായത് എനിക്ക് ധ്യാനം കൂടാനോ ഒന്നും പറ്റില്ലായിരുന്നു തലയുടെ വിഷമം കൊണ്ട്. 2024 16-ാം തീയതി ഒരു ടോക്ക് രാവിലെ ശനിയാഴ്ചയായിരുന്നു. എന്തായാലും ഇന്ന് ടോക്ക് കൂടിയിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ മൊബൈൽ തുറന്നു. ഇച്ചിരി മാറ്റിയാണ് വെച്ചത്. അങ്ങനെ വെച്ച് ഞാൻ ടോക്ക് കേൾക്കുമ്പോഴത്തേക്കിന് ആ ധ്യാനം കൂടുമ്പോൾ അച്ഛൻ പറയുന്നത് ആദ്യം തന്നെ രോഗസൗഖ്യമായിരുന്നു. അന്ന് അച്ഛൻ പറഞ്ഞു, തലയ്ക്ക് കേടുള്ള ഒരു മകളാണ്, ഇടത്തു മൂക്കിൽ നിന്ന് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കും, വലത്തു മൂക്കിൽ നിന്നും ചെറുതായിട്ട് ചൊറിയറാന്ന് വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത്, ദൈവമേ ഇത് ഈശോ എന്നെയാണല്ലോ തൊട്ട് സുഖപ്പെടുത്തുന്നത്, എൻ്റെ ഈശോയെ അങ്ങ് എന്നെയാണോ തൊട്ട് സുഖപ്പെടുത്തുന്നത്, എൻ്റെ ദൈവമേ എന്നെയാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ അസുഖം എങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല. അങ്ങനെ അമ്മയോടൊത്തും ഈശോയോടൊത്തും, ഈശോയെ എനിക്കറിയില്ലായിരുന്നു. കാരണം ഈശോയെ ഇങ്ങനെ കുരിശുരൂപമൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും എന്താണ് ദൈവമായിട്ട് ഇങ്ങനെയെന്ന്. പക്ഷേ ദൈവത്തിന് സ്വർഗസ്വനായ പിതാവിനെ മഹത്വപ്പെടുത്താനായിട്ടും ഞങ്ങളുടെയൊക്കെ പാവങ്ങൾക്ക് പരിഹാരമായിട്ടുമാണ് ഈശോ ചെയ്തതെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ എനിക്കൊരു കടയുണ്ടായിരുന്നു. ആ കടയിൽ കച്ചവടമില്ലാതെ ചുമ്മാ ഇരിക്കും. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, ബൈബിള് വായിക്കും. അങ്ങനെ അവിടെ നിന്ന് ചെയ്യുമ്പോഴത്തേക്കിന് കച്ചവടമൊന്നുമില്ല. ആരേലും അപ്പുറത്തിപ്പുറമൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് നാണക്കേടാ. പക്ഷേ ആർക്കും അറിയത്തില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. ഞാൻ അവിടെ നിന്ന് ബൈബിള് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. എന്നിട്ട് ഈശോയോട് സങ്കടപ്പെട്ട് കരഞ്ഞു കഴിയുമ്പോൾ എൻ്റെ പരിശുദ്ധ അമ്മേ ഞാനിവിടെ ചുമ്മാതിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞേച്ച് ഞാൻ മൊബൈലെടുത്ത് നോക്കുമ്പോൾ ഈശോ കൃത്യമായിട്ട് എന്നോട് പറയും, എവിടെയാണോ നീ ലജ്ജിതയായത് അവിടെ നിന്നെ ഞാൻ ഉയർത്തുമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം മാറും. ഞാൻ പിന്നെ ചിരിക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ ചിരിക്കുകയും കരയാൻ അവസരം കിട്ടിയാൽ ഞാൻ കരയുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ ഈശോയുടെ അമ്മയുടെ അടുക്കൽ മാത്രമേ കരയത്തുള്ളൂ. അല്ലാതെ ഒരു മനുഷ്യനെ ഞാൻ കരഞ്ഞു കാണിക്കുകയില്ല. എൻ്റെ ഈശോയിലും അമ്മയിലും വിശ്വസിച്ച് ഞാൻ ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഈ കടയുടെ തൊട്ടപ്പുറത്തൊരു കടയുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ ആ കട വിട്ടു. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഈ കട നിങ്ങൾക്ക് തന്നേക്കാമെന്ന് പറഞ്ഞു. അവിടെ തയ്യക്കടയും. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് മെറിറ്റില്ല, എൻ്റെ കഴിവിൽ ഈ കട മുന്നോട്ട് പോകില്ല, അതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് എൻ്റെ 2 ദിവസം കഴിഞ്ഞാണ് അവിടെ ഒരു കട ഒഴിഞ്ഞു. അമ്മ അത് എനിക്ക് തരിച്ചു. ആ കടയിലെ ഇന്ന് തയ്യലും ലേഡീസ് സ്റ്റോറും തുണിക്കടയും ഒക്കെ ആയിട്ട് അപ്പുറത്തെ ഇപ്പുറത്തെ മുറിയുമായിട്ട് ഞങ്ങളവിടെ കച്ചവടമൊക്കെ നടത്തി കഴിയുകയാണ്. അതിനുശേഷം എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞോളൂ. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. മാതാവിൻ്റെ അടുത്ത് വരുകയും പ്രാർത്ഥിക്കുകയും ചെയ്തായിരുന്നു. ഒരു ദിവസം ഒരു ഏപ്രിൽ മാസം 10-ാം തീയതി പെടലിക്കൊരു വേദന വന്നു. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ എന്താണെന്ന് ചോദിച്ചു. ഏതായാലും ഇച്ചിരി ഓയിൽമെൻറ്റ് പുരട്ടാമെന്നും പറഞ്ഞ് ഞങ്ങൾ പുരട്ടി, മാറിയില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. നേരെ കാരിത്താസിൽ ചെന്നപ്പം കാരിത്താസിൽ എന്നെ പിടിച്ച് അഡ്മിറ്റാക്കി. 3 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് നെഞ്ചിനകത്ത് ഭയങ്കര ഭാരം, വിഷമം, ശ്വാസം പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഒന്ന് കാണാം എന്നും പറഞ്ഞ് ഇവിടെ പോകാൻ നേരത്ത് ഞാനിവിടെ കയ്യെ പിടിച്ചു. പുള്ളിക്കാർ തേടിച്ചെന്ന് പരിശുദ്ധ മാതാവിൻ്റെ തൈലം കൊണ്ട് എൻ്റെ നെഞ്ചിൽ തേച്ചു. ഒരു 5 മിനിറ്റിനകം എനിക്ക് ശ്വാസം വീണ്ടും കിട്ടി. ഞാൻ പറഞ്ഞു, ഉടനെ അവർ സ്കാനിങ്ങിന് കുറിച്ചു. സ്കാനിങ് ചെയ്തപ്പം ഗ്രോത്ത് ഉണ്ട്, അത് നമുക്ക് വയോസിക്ക് അയക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം നമ്മളങ്ങ് തകർന്നു പോയി. ആരാണേലും തകരുമല്ലോ. അപ്പം പ്രാർത്ഥനയുടെ കാര്യത്തിൽ എൻ്റെ കുടുംബം ഭയങ്കരമായിട്ട് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഡോക്ടർ വന്നപ്പം പറഞ്ഞു, ഡോക്ടറെ വയോസിക്ക് പോകണ്ട, എനിക്ക് കൃപാസനത്തിലെ മാതാവിനെ വിശ്വാസമാണ്, ഞങ്ങളവിടെ പോയേക്കുക, ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു. ഡോക്ടർ ഒന്ന് ചിരിച്ചേച്ച് ഡിസ്ചാർജ് ചെയ്തു തന്നു. ഞങ്ങൾ നേരെ ഇവിടെ വന്നു. അപ്പോൾ എൻ്റെ ഒരു കിഡ്നിക്കും പ്രശ്നമുണ്ട്. ഇവിടെ വന്നു, അച്ഛനെ കണ്ടു. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ ഈ പള്ളയ്ക്കുള്ള വേദന അതിഭയങ്കരമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 30% ഒരു കിഡ്നിക്ക് പ്രവർത്തനമുള്ളൂ, ഒന്നിനും വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് അച്ഛൻ സൈത്ത് പുരട്ടിയപ്പം മുതൽ ആ കരങ്ങൾ എന്നിൽ
സ്പർശിച്ചപ്പം മുതൽ എൻ്റെ ഈശോയുടെ അടുത്ത് വെച്ച് പറയാം, മാതാവിൻ്റെ അടുത്ത് വെച്ച് അന്നേരം മുതൽ എനിക്ക് ആ ഒരു വിഷമം ഇന്നു വരെ ഇല്ല. തിരിച്ച് ഞങ്ങളെ അവിടെ ആശുപത്രിയിൽ പോയപ്പം പോകണ്ട, അപ്പം മെഡിക്കൽ കോളേജിലെ ഈ ലെൻസിൻ്റെ ഒരു ഡോക്ടറുണ്ട്, അവിടുത്തെ ഏറ്റവും കൂടിയ ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ വീട്ടിൽ നോക്കുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നമുക്കൊന്ന് കാണാനൊരു മാർഗം ഉണ്ടായി, ഞാൻ അവിടെ പോയെങ്കിലും എനിക്ക് ഒന്ന് കാണുമല്ലോ എന്ന് പറഞ്ഞു. വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു, അതേ നമുക്ക് വേറൊരാളോട് വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഡോക്ടറെ വീട്ടിൽ പോയി കാണാം. ഡോക്ടർ ആരെയും നോക്കുന്നില്ല, എന്നെ നോക്കി ഞാനും വൈഫും കൂടെ അവിടെ ചെന്നപ്പം എന്നോട് പറഞ്ഞു, നമുക്ക് ഫിലിം കാണുന്ന ഒരു പടം എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. നേരത്തെ സ്കാം അല്ലാതെ ഞങ്ങൾ എടുത്തുകൊണ്ട് അവിടെ കാണിച്ചപ്പം അമ്മയുടെ അനുഗ്രഹം, ഈശോയുടെ അനുഗ്രഹം കൊണ്ട് എന്തോ ഒന്നുണ്ടായിരുന്നു, അത് അവിടെ നിന്ന് പൊഴിഞ്ഞു പോയി, ഇതിന് ചികിത്സ വേണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മളിവിടെ പറയുമ്പം എല്ലാവരും പറയും ഇതൊന്നുമല്ല, ദൈവം നമ്മളെ അനുഗ്രഹിച്ചു തന്നെയാണെന്ന് ഞങ്ങൾക്ക് 100% അറിയാം. ദൈവത്തിൻ്റെ ഇച്ഛ അനുസരിച്ചേ ഇനി ഞങ്ങൾ ജീവിക്കത്തുള്ളൂ. അതിന് ഇവിടുത്തെ അച്ഛനോടും മാതാവിനോടും ഈശോയോടും എല്ലാം നന്ദി പറയുന്നു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. ഇവിടുത്തെ ധ്യാനം കൂടുകയും ഓരോ പ്രാവശ്യം ഞാൻ കോട്ടയം വഴി ഇങ്ങോട്ട് വന്നു. എനിക്ക് ഞായറാഴ്ചത്തെ ധ്യാനം കൂടാനായിട്ട് ഞാൻ പുതുക്കാൻ വന്നതാണ്, പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ താമസിച്ചു പോയി. അന്നത്തെ ധ്യാനം ഞാനിവിടെ കൂടി, എനിക്കത് വളരെ എന്നെ സ്പർശിച്ചു. അതിൽ പിന്നെ എല്ലാ മാസവും ഞാൻ ഞായറാഴ്ച വന്ന് ധ്യാനം കൂടാറുണ്ട്, എല്ലാ മാസത്തിലെയും. പിന്നെ പ്രേക്ഷിത കാരുണ്യ പ്രവൃത്തിയായിട്ട് എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച പൊതി കെട്ടി ഗവൺമെൻറ് ആശുപത്രി കൊണ്ട് കൊടുക്കും. എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യും. പത്രം മേടിച്ച് കൊടുക്കുന്നതിന് ഇന്നോർക്കൊന്നൊന്നുമില്ല, അയൽവക്കത്തും കൊടുക്കും, ആശുപത്രിയിലും കൊടുക്കും, ഓട്ടോ സ്റ്റാൻഡിലാണെങ്കിൽ ഓട്ടോ സ്റ്റാൻഡിൽ കൊടുക്കും, വഴിനീളം നടന്നു കൊടുക്കും. എനിക്ക് ആ കാര്യത്തിൽ മടിയില്ല. കാരണം അമ്മയിൽ നിന്നും ഈശോയിൽ നിന്നും കിട്ടുന്ന അത്ര വലിയ അനുഗ്രഹമാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. ഞങ്ങളെ സാക്ഷിയാക്കി മാറ്റിയതിന് കോടാനുകോടി നന്ദി അമ്മയോട് പറയുകയാണ്. യെശയ്യാ 40, 30, 31 തിരുവചനങ്ങൾ. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ശ്രീലത എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളി വാസുദേവനും പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ലഭിച്ച വലിയ രോഗസൗഖ്യങ്ങളെ, അതോടൊപ്പം ജീവിതത്തിൽ ലഭിച്ച അഭിവൃദ്ധിയെ ഒത്തിരി നന്ദിയോടെ നിറകണ്ണീരോടെ അമ്മയുടെ സന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരിക്കുണ്ടായ 2-3 രോഗാവസ്ഥകളിൽ അമ്മയോട് ലഭിച്ച വലിയ സൗഖ്യത്തെ സാക്ഷ്യപ്പെടുത്തി. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരുമ്പോൾ ധ്യാനത്തിലുള്ള രോഗസൗഖ്യ പ്രാർത്ഥനാ സമയത്ത് പ്രത്യേകമാവിധം സഹോദരിയുടെ രോഗം എടുത്തു പറഞ്ഞ് സന്ദേശം കൈമാറിയതും ആ നിമിഷം മുതൽ ആ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടതിനെയും പ്രത്യേകം സഹോദരി സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അപ്പച്ചൻ്റെ 2 രോഗങ്ങളെയാണ് സൗഖ്യപ്പെടുത്തിയതിനെ സാക്ഷ്യപ്പെടുത്തിയത്. ആദ്യത്തത് ഒരു കിഡ്നി പ്രവർത്തിക്കാതെ ഏതാണ്ട് 30% മാത്രം പ്രവർത്തനവുമായി ഏറെ ക്ലേശം അനുഭവിച്ച നാളുകളിൽ അച്ഛൻ സൈത്ത് പൂശി കൈതൊട്ട് കുരിശിലയാളം വരച്ച് അമ്മ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച നിമിഷം മുതൽ പൂർണ്ണ സൗഖ്യവും പിന്നെ ഇന്ന് വരെയും യാതൊരു കുഴപ്പവുമില്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനെ സാക്ഷ്യപ്പെടുത്തി. അതോടൊപ്പം തന്നെ സഹോദരന് ഉണ്ടായിരുന്ന ബയോപ്സി ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന വിഷയത്തിൽ അതിൻ്റെ യാതൊരു അംശം പോലുമില്ലാതെ ആ രോഗത്തെയും പൂർണ്ണ സൗഖ്യം ലഭിച്ചതിനെ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തി. അത്ഭുത രോഗസൗഖ്യങ്ങളെയാണ് ഈ 2 പേരും ഈ അൾത്താരയിൽ പങ്കുവച്ചത്. അതിന് അവർക്ക് നമ്മളോട് പറയുവാനുള്ളത് എത്ര കണ്ട് ജീവിതത്തെ ഉടമ്പടി പ്രകാരം നയിച്ചു ജീവിച്ചു എന്നതിനെക്കുറിച്ചാണ്. എളിമയോടുകൂടി ഉടമ്പടിയെ അറിഞ്ഞ നാൾ മുതൽ പൂർണ്ണമായി ശരണപ്പെട്ട് വിശ്വസിക്കുകയും അറിഞ്ഞു പ്രാർത്ഥിക്കുകയും അമ്മ മാതാവ് കൂടെ ഉണ്ടെങ്കിൽ ഏതൊരു ജീവിത വിഷയവും പരിഹരിക്കപ്പെടും എന്ന ബോധ്യത്തോടു കൂടി അമ്മയുടെ കരങ്ങളിൽ എല്ലാ ഗൗരവ വിഷയങ്ങളെയും സമർപ്പിക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു എന്നതാണ്. പ്രത്യേകിച്ച് ജോസഫ് അച്ഛൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷയെക്കുറിച്ചും സഹോദരൻ്റെ സാക്ഷ്യത്തിൽ പങ്കുവച്ചിരുന്നു. അച്ഛൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏത് ജീവിത വിഷയത്തെയും നമ്മൾ അൾത്താരയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഉടമ്പടിയിൽ ക്ലിയറാണ്, അത് സത്യസന്ധരാണ്, വിശ്വസ്തയോടെ ജീവിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം.
കുമ്പസാരിച്ചൊരുങ്ങി നമ്മുടെ ആത്മശുദ്ധിയോടുകൂടി ദൈവിക ഇടപെടലിന് വേണ്ടി ഈ അൾത്താരയിൽ മുട്ടുകുത്തുവാനായിട്ട് ശ്രദ്ധയുണ്ടാവണം. നമുക്ക് വന്നുപോയ തെറ്റുകുറ്റങ്ങളെയും കുറവുകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മാപ്പ് ചോദിച്ചും, ആരോടെങ്കിലും രമ്യതപ്പെടുവാനാണെങ്കിൽ രമ്യതപ്പെട്ടും, ദൈവത്തിന് നേരിട്ട് പ്രവർത്തിക്കുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ആത്മശരീരങ്ങളെ ഈ അൾത്താരയിലേക്ക് സമർപ്പിച്ചാണ് അച്ഛൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ നിയോഗങ്ങൾ പ്രാർത്ഥിക്കുവാനായി ഏൽപ്പിക്കുന്നതെങ്കിൽ അത് അമ്മ മാതാവിൻ്റെ അരികിൽ അച്ഛൻ സമർപ്പിക്കുമ്പോൾ ആ നിമിഷങ്ങളിൽ തന്നെ നമുക്കതിൻ്റെ സന്ദേശവും ദൈവിക ഇടപെടലുകളും നടന്നുകൊണ്ടിരിക്കും. ഓരോ മകനും മകളും ഈ അൾത്താരയിൽ വന്ന് പറയുന്ന സാക്ഷ്യത്തിൽ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ സൗഖ്യം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ജീവിതത്തെ ദൈവഹിത പ്രകാരം ക്രമപ്പെടുത്തുകയും വിശ്വസ്തതയിൽ ഉടമ്പടി ജീവിക്കുകയും ചെയ്യുമ്പോൾ അത് അനുഗ്രഹത്തിനുള്ള കാരണമായി മാറുന്നുവെന്നാണ്. ഇനി ഉടമ്പടി ഉഴപ്പിയിട്ട് കേവലം കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഈ അൾത്താരയിൽ കുത്തുന്നതെങ്കിൽ കൃത്യമായിട്ട് അത് അച്ഛൻ നിങ്ങളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ നിയോഗത്തെ അമ്മ മാതാവിന് സമർപ്പിക്കുമ്പോഴോ അച്ഛന് കൃത്യം നോട്ട് കൊടുക്കാറുണ്ട്, വൃത്തിക്ക് ജീവിക്കുവാനായിട്ട് പറയണമെന്ന്. കാരണം ദൈവികമായ ശക്തി പ്രസരിക്കുന്ന ഏറ്റവും ദിവ്യമായ ഏറ്റവും ദൈവസാന്നിധ്യമുള്ള ഒരു ശുശ്രൂഷയാണ് ഈ അൾത്താരയിൽ മണിക്കൂറുകളിൽ അച്ഛൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജോസഫ് അച്ഛനെ കാണുവാൻ വേണ്ടി ആഗ്രഹത്തോടെ നമ്മുടെ വലിയ പ്രശ്നങ്ങളുമായി എന്നൊക്കെ അൾത്താരയിൽ വരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ, നമ്മളൊന്ന് ഉറപ്പിച്ചിരിക്കണം, ഉടമ്പടി കൃത്യമായി ജീവിക്കുന്നു, എല്ലാവരോടും രമ്യതപ്പെട്ട് ആത്മശുദ്ധി വരുത്തിയിരിക്കുന്നു, ദൈവഹിതത്തിന് നിരക്കാത്തതൊന്നും ജീവിതത്തിലില്ലാതെ ദൈവത്തിന് വേഗത്തിൽ ഇടപെടുവാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ എന്നെ സമർപ്പിക്കുവാൻ തയ്യാറായിരിക്കുന്നുവെന്ന നമ്മുടെ നിയോഗങ്ങൾ അൾത്താരയിലേക്ക് കൊടുത്തു പ്രാർത്ഥിച്ച് അച്ഛൻ അമ്മ മാതാവിന് സമർപ്പിക്കുമ്പോൾ അത് അനുഭവമായി തീരുന്നത് ഉടനടി നമുക്കത് ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും. ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകളെ, അനുഗ്രഹങ്ങളെ അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ച് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.